ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുവാൻ പോകുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ്. വളരെയധികം ശ്രദ്ധയോടും മനോബലത്തോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ. കർക്കിടകം രാശിയിൽ വരുന്നതായിട്ടുള്ള പൂയം നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനമായിട്ടുള്ള മീനം രാശിയിൽ നിന്നുകൊണ്ട് ജന്മരാശിയായ കർക്കിടകം രാശിയിലേക്ക് നോക്കുന്നുണ്ട് ഈ സമയത്ത്. അത് ഗുണകരമായിട്ടാണ് ഈ പൂയം നക്ഷത്രക്കാർക്ക് കാണുന്നത്. അതുകൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്നതായിട്ടുള്ള വിഷമതകളിൽ നിന്നൊക്കെ മാറ്റം വന്ന് സൗഭാഗ്യപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമായിട്ട് കാണുന്നുണ്ട്. ഈ നവംബർ മാസത്തിൽ സൗഭാഗ്യപരമായിട്ടുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ. ദൈനംദിന ജീവിതത്തിലാണെങ്കിലോ പുതിയ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് ധാരാളം ഗുണാനുഭവങ്ങൾ പറയുന്നുണ്ടെങ്കിലും വ്യാഴത്തിന് 6ാം ഭാവാധിപത്യം ഉള്ളത് കൊണ്ടും കൂടാതെ അഷ്ടമാധിപത്യം ഉള്ളതായ 7ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയുടെ ദൃഷ്ടിയും പൂയം നക്ഷത്രക്കാരുടെ ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ശാരീരികമായിട്ടുണ്ടാകുന്നതായ ക്ഷീണാവസ്ഥകളെയും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഭക്ഷണ ക്രമീകരണങ്ങളും മുടങ്ങാതെയുള്ളതായിട്ടുള്ള വ്യായാമശീലവും ജീവിത അനുഷ്ഠാനങ്ങളും ഈ നവംബർ മാസത്തില് കൂടുതലായിട്ട് ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. 5ാം ഭാവാധിപതിയും കർമാധിപതിയുമായിട്ടുള്ളതായ ചൊവ്വ നവംബർ മാസം ആരംഭത്തില് 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് പൂയം നക്ഷത്രക്കാര് ഈ സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട്. പ്രത്യേകിച്ച് ഈ സമയങ്ങളില് പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും കർമ്മസംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരിലായാലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലായാലും ക്ഷീണാവസ്ഥകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു സമയമാണ്. എന്നാലോ നവംബർ മാസം 13ാം തീയതിക്ക് ശേഷം ചൊവ്വ വക്രത്തിലെ 11ാം ഭാവമായിട്ടുള്ളതായ ലാഭസ്ഥാനത്തേക്ക് വരികയും തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ളതായ വൃശ്ചികം രാശിയിലേക്ക് നോക്കുന്നത് കൊണ്ടും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വൃശ്ചികം രാശിയിലേക്ക് വരുന്നത് കൊണ്ടും നവംബർ മാസം 13ാം തീയതിക്ക് ശേഷം പൂയം നക്ഷത്രക്കാർക്ക് ധാരാളം ഗുണാനുഭവങ്ങളെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങളെ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. മത്സര പരീക്ഷകളിലായാലും ഉന്നത വിജയം നേടുവാനും പഠിപ്പിനോടുകൂടി തന്നെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലും പുരോഗതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കായാലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ കാണുന്നത്. വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പൂയം നക്ഷത്രക്കാരിലും നവംബർ മാസം 13ാം തീയതിക്ക് ശേഷം ഗുണാനുഭവങ്ങളെ പറയുന്നുണ്ട്. കൂടാതെ പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ. സ്വയം തൊഴിൽ ചെയ്യുന്നവരില്
കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ. ശനീശ്വരനാണെങ്കിൽ തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ള മകരം രാശിയിൽ നിൽക്കുന്നുണ്ട് എങ്കിലും കാഴ്ചപ്പാടില് കണ്ടകശനിയെ പറയാമെങ്കിലും ശനീശ്വരന്റെ വക്രഗതിയിലുള്ളതായ മാറ്റം മൂലം കാര്യമായിട്ടുള്ള ദോഷഫലത്തെ പറയുന്നില്ല. ദൈനംദിന ജീവിതത്തില് ചില സമയങ്ങളില് നിവർത്തിച്ചു കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും കുറച്ചൊക്കെ കാലതാമസം വരുമെങ്കിലും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവത്തെ കാണുന്നുണ്ട്. ഈ നവംബർ മാസത്തില് 7ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശനീശ്വരന്റെ ദൃഷ്ടിയും 9ാം ഭാവത്തില് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടിയും പൂയം നക്ഷത്രക്കാരുടെ ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് ഈ സമയത്ത് വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വരുന്നതായ അവിവാഹിതരായിട്ടുള്ള പൂയം നക്ഷത്രക്കാർക്ക് വിവാഹ സംബന്ധമായിട്ട് അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ. ഇങ്ങനെ ഗുണഫലങ്ങൾ കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ മനസ്സിന് അസ്വാരസ്യങ്ങളും ടെൻഷനും ഒക്കെ തോന്നുമെങ്കിലും ഈ സമയങ്ങളിൽ ശ്രദ്ധയോടും മനോബലത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവത്തെ കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ കൂടുതലായിട്ടുള്ള സ്നേഹവും ആത്മബന്ധവും കാണുമെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിപ്രായ ഭിന്നതയും അസ്വാരസ്യങ്ങളും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ. സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് ഈ നവംബർ മാസത്തിൽ. അതുകൊണ്ട് പൂയം നക്ഷത്രക്കാർക്ക് വ്യാഴത്തെ കൊണ്ട് സൗഭാഗ്യപരമായിട്ടുള്ളതായ ശ്രേയസ്സും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ സമയത്ത് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ പ്രശംസയും അംഗീകാരവും കിട്ടുക വഴി മനസ്സന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. കൂടാതെ മംഗളകർമ്മങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്കും യോഗം കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ. ഇങ്ങനെ ഗുണഫലങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും വ്യാഴത്തിന് 6ാം ഭാവാധിപത്യം ഉള്ളത് കൊണ്ട് ഈ സമയത്ത് ശാരീരികമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള രോഗാവസ്ഥകളെയും ക്ഷീണാവസ്ഥകളെയും ശ്രദ്ധയോടു കൂടിയിട്ട് മനസ്സിലാക്കിയിട്ട് ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠാനങ്ങളും ഈശ്വര പ്രാർത്ഥനയും ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ. പ്രത്യേകിച്ച് ഈ സമയത്ത് ശാസ്താവിന് നീരാഞ്ജനവും നെയ്വിളക്കും വെക്കുന്നത് വളരെ നല്ലതാണ്. ശനീശ്വരനാണെങ്കിൽ നീലപ്പട്ട് സമർപ്പിക്കുന്നതും നെയ്വിളക്ക് വെക്കുന്നതും വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ.